ട്രാവൽ ഇവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്രകൾ നമുക്ക് സമ്മാനിക്കുന്ന അനുഭവങ്ങൾ വളരെ വലുതാണ്. മനോഹരമായ തീരദേശ ഗ്രാമങ്ങളും നീലക്കടലിന്റെ തീരത്ത് പച്ച പുതച്ച കേരവൃക്ഷങ്ങളുടെ തണലിലൂടെ കടലോര കാറ്റും ആസ്വദിച്ച് തിരക്കില്ലാത്ത വഴികളിലൂടെ ഒരു യാത്ര. മണിക്കൂറുകൾ നീളുന്ന ബ്ലോക്കിൽപ്പെടാതെ ആലപ്പുഴയിൽ നിന്നും എറണാകുളത്ത് എത്തിച്ചേരുവാനുള്ള NH-66 പാരലായ ഒരു പാതയിലൂടെ യാത്രയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ യാത്രയിലുടനീളം നിരവധി ബീച്ചുകളും കുമ്പളങ്ങിയുടെ പച്ചപ്പിന്റെ കാഴ്ചകളും പകർത്തിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. NH-66 ഡെവലപ്മെന്റ് നടക്കുന്നതിനാൽ NH-ൽ കൂടിയുള്ള യാത്രാ ബുദ്ധിമുട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. തുറവൂർ മുതൽ അരൂർ വരെയുള്ള യാത്രാ സമയം, അവിടുത്തെ ഭീകരമായ ട്രാഫിക് ബ്ലോക്കുകൾ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ആ വഴിയിൽ കൂടി സഞ്ചരിച്ചിട്ടുള്ളവർക്ക് ഒരു പുതിയ വഴി എന്നത് സ്വപ്നം കാണുന്നതിന് തുല്യമാണ്. അതായത് NH-ന് പാരലായി തീരദേശ പാതയിലൂടെയുള്ള ഒരു യാത്ര. ആലപ്പുഴയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ വഴി പൂങ്കാവ്, കാട്ടൂർ, മാരാരിക്കുളം ബീച്ച്, ചെത്തി, അർത്തുങ്കൽ പള്ളി, തൈക്കൽ ബീച്ച്, അന്ധകാരനഴി, ചെല്ലാനം, പുത്തൻതോട് എന്നിവിടങ്ങളിലൂടെ കണ്ണമാലി വഴി തോക്കുംപടിയിലെത്തുന്നതാണ്. വേണമെങ്കിൽ പുത്തൻതോട് കഴിഞ്ഞ് കുമ്പളങ്ങിയുടെ മനോഹാരിത നുകർന്ന് പച്ചപ്പൂരുന്ന വഴികളിലൂടെ പള്ളൂരുത്തിയിലെത്തി അവിടുന്ന് NH-66 പ്രവേശിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ പള്ളിത്തോട് നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ തുറവൂർ റൂട്ടിൽ നല്ല ഭക്ഷണം കിട്ടുന്ന ഷാപ്പുകളും പച്ച ഇടവഴികളും പിന്നിട്ട് ചാവടി വഴി എഴുപുന്ന കഴിഞ്ഞ് നേരെ NH-ലോട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് കുമ്പളങ്ങിയിലോ എത്തിച്ചേരാവുന്ന ഒരു ഷോർട്ട് കട്ടും കൂടെ ഉള്ള ഒരു വഴിയാണ് ഇത്. ആലപ്പുഴ മുതൽ തോപ്പുംപടി വരെ നീളുന്ന ഈ തീരദേശ പാതയിൽ പ്രവേശിക്കുവാനായി നിരവധി ചെറുതും വലുതുമായ വഴികളുണ്ട്. എങ്കിലും ബൈപ്പാസ് അവസാനിക്കുന്ന കൊമ്മാടിക്ക് സമീപമുള്ള തുമ്പോളി ജംഗ്ഷനിൽ നിന്നുള്ള വഴിയിലൂടെയാണ് ഞാൻ തീരദേശ പാതയിലേക്ക് എത്തിയത്. റെയിൽവേ ട്രാക്കും മുറിച്ചു കടന്ന് തീരദേശ പാതയിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗതാഗതം സുഗമമാണ്. കാരണം വലിയ തിരക്കുകളൊന്നും ഈ റൂട്ടിൽ ഇല്ല. രാവിലെയും വൈകുന്നേരവും സ്കൂൾ ടൈമിൽ ബസ്സുകളുടെ തിരക്കുകൾ ഒഴിച്ചാൽ ഈ റോഡ് ശാന്തമാണെന്ന് തന്നെയാണ് പറയേണ്ടത്. മാത്രമല്ല ഒരു ഭക്തിയുടെ അന്തരീക്ഷമുള്ള വഴിയാണ് ഇത്. നിരവധി പ്രശസ്തമായ ക്രിസ്തീയ ദേവാലയങ്ങളുള്ള ഒരു വഴി കൂടിയാണിത്. പ്രശസ്തമായ തുമ്പോളിപ്പള്ളി, പൂങ്കാവ് പള്ളി, അർത്തുങ്കൽ ബസിലിക്ക, അങ്ങനെ നിരവധി ചെറുതും വലുതുമായ ധാരാളം ദേവാലയങ്ങൾ ഈ വഴിയുടെ ഇരുവശത്തായി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ മാരാരിക്കുളം ബീച്ച്, അർത്തുങ്കൽ ബീച്ച്, തൈക്കൽ ബീച്ച് എന്നിവയാണ് കാണിക്കുന്നത്. തീരദേശ പാതയിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ബീച്ചാണ് മാരാരിക്കുളം ബീച്ച്. ഒരു ഇന്റർനാഷണൽ ബീച്ച് കൂടിയാണ് ഇത്. ധാരാളം സ്വദേശീയരും വിദേശീയരുമായുള്ള സഞ്ചാരികൾ എത്തുന്ന ഒരിടം കൂടിയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ധാരാളം ലക്ഷറി റിസോർട്ടുകളും ഈ വഴിക്ക് ഇരുവശത്തായുണ്ട്. മാരാരി CGH എർത്ത് റിസോർട്ട്, അബാദ് ടർട്ടിൽ, എക്സെൻട്രി പേൾ, അങ്ങനെ തുടങ്ങി നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളും കൂടാതെ ധാരാളം ചെറുതും വലുതുമായ ഹോം സ്റ്റേകളും ഉള്ള ഒരു സ്ഥലം കൂടിയാണ് മാരാരിക്കുളം. പാതയ്ക്ക് ഇരുവശത്തും ധാരാളം കേരവൃക്ഷങ്ങൾ നിറഞ്ഞ ചെറിയ ടാറിട്ട വഴിയിലൂടെ നാം എത്തിച്ചേരുന്നത് മാരാരിക്കുളം ബീച്ചിലാണ്. ഇതൊരു ഫിഷർമാൻ ബീച്ച് കൂടിയാണ്. ധാരാളം ചെറുവള്ളങ്ങളും വലക്കാരും ഇവിടെ കാണാം. ധാരാളം വിദേശ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ ബീച്ചിൽ അത്യാവശ്യം വൃത്തിയൊക്കെയുണ്ട്. സഞ്ചാരികൾക്കായി ധാരാളം കഫേകളും ടൂറിസ്റ്റ് റിസോർട്ടുകളും ബീച്ച് സൈഡിൽ തന്നെയുണ്ട്. ചെറുതും വലുതുമായ ടീ ഷോപ്പുകളുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാം. ടീ ഷോപ്പുകളുടെയൊക്കെ മുമ്പിലെല്ലാം സ്വദേശികളും വിദേശികളും ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ചെറുവെള്ളത്തിൽ കടലിൽ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഒരാൾ. തൊട്ടടുത്തായി ഇളം വെയിലിൽ വിദേശികൾ യോഗ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു. കടൽ തീരം അതിമനോഹരമാണ്. രാവിലെ ആയതിനാൽ തിരക്ക് നന്നേ കുറവാണ്. ചൊരിമണൽ ബീച്ചിൽ കൂടിയുള്ള നടത്തം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു അനുഭൂതിയാണ്. അവിടെയുടായി ചെറിയ തെങ്ങുകൾ നിൽക്കുന്നത് കണ്ടാൽ ഏതോ വിദേശ ബീച്ചിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. വളരെ നല്ലൊരു ബീച്ചാണ്. ഫാമിലിയായി എത്തുവാനും സമയം ചിലവഴിക്കാനും പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ബീച്ച്. മനോഹരമായ അസ്തമയമാണ് വൈകുന്നേരം ഇവിടെ എത്തിയാൽ നമുക്ക് സമ്മാനിക്കുന്നത്. സ്വന്തമായി വാഹനമുള്ളവർ തീരദേശ പാത വഴിയോ അല്ലെങ്കിൽ NH-66 മാരാരിക്കുളം കളത്തട്ട് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞോ ഇവിടെ എത്തിച്ചേരാം. ഓട്ടോ, ടാക്സി എന്നിവ അവൈലബിൾ ആണ്. പ്രശസ്തമായ ഒരു പിടി റിസോർട്ടുകളുള്ളതിനാൽ ദൂരദേശത്ത് നിന്ന് വരുന്നവർക്കും വേണമെങ്കിൽ ഇവിടെ താമസിക്കുവാൻ സാധിക്കും. അടുത്തതായി നാം എത്തിച്ചേരുന്നത് പ്രശസ്തമായ അർത്തുങ്കൽ ബീച്ചിലാണ്. ഏറെ പ്രശസ്തമായ അർത്തുങ്കൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബീച്ച് കൂടിയാണിത്. പ്രശസ്തമായ അർത്തുങ്കൽ ദേവാലയം ഈ തീരദേശ പാതയുടെ സൈഡിലാണ് തലയുയർത്തി നിൽക്കുന്നത്. അർത്തുങ്കൽ ബീച്ചിനെയും അർത്തുങ്കൽ പള്ളിയെയും കുറിച്ചുള്ള ഒരു വിശദമായ വീഡിയോ ട്രാവലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് കാണുവാൻ വേണ്ടി അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബീച്ചിനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല. വിശ്വാസികളായുള്ളവർ ഇതിനു മുമ്പ് ധാരാളം പ്രാവശ്യം എത്തിയ ഒരു ബീച്ച് തന്നെയാണിത്. എങ്കിലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ബീച്ചിൻ്റെ വൃത്തി തന്നെയാണ്. അതിപ്രശസ്തമായ അർത്തുങ്കൽ ദേവാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തുകാർ ഇതൊരു പുണ്യസ്ഥലമായാണ് കണക്കാക്കുന്നത്.
അടുത്തതായി അധികം പ്രശസ്തമല്ലാത്ത എന്നാൽ വലുതുമല്ലാത്ത വൃത്തിയുള്ള ഒരു ബീച്ചാണ്. തീരദേശ പാതയോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ബീച്ചിൽ എത്തുന്ന കാര്യം വളരെ എളുപ്പമാണ്. ധാരാളം ബസ് സർവീസുള്ള ഒരു വഴി കൂടിയാണ് തീരദേശപാത. പ്രൈവറ്റ് ബസ്സുകളും KSRTC ബസ്സുകളും എല്ലാം ധാരാളം ഉള്ളതിനാൽ തൈക്കൽ ബീച്ച് പോലുള്ള ബീച്ചുകളിൽ എത്തുവാൻ എളുപ്പമാണ്. തൈക്കൽ ബീച്ച് ഒരു ചെറിയ ബീച്ചാണ്, എങ്കിലും പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ഇനിയും സഞ്ചാരികൾ എത്താത്ത ഒരു സ്ഥലം കൂടിയാണ്. പക്ഷേ ഇതൊരു സഞ്ചാരികൾക്കായുള്ള ബീച്ച് എന്ന് പൂർണ്ണമായും പറയുവാൻ കഴിയില്ല. ഇതൊരു ഫിഷർമാൻ ബീച്ച് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പ്രകൃതിദത്തമായ ഒരു ബീച്ച് ആയതിനാൽ തന്നെ ധാരാളം കേരവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബീച്ചാണ്. കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കടൽഭിത്തിയും ധാരാളം പച്ച പുതച്ച തെങ്ങുകളുമൊക്കെ ഇവിടെ രാവിലെ ഒരു പ്രത്യേക ഭംഗിയാണ് നിൽക്കുന്നത്. രാവിലെ ആയതിനാൽ മീൻപിടുത്തക്കാരുടെ തിരക്ക് ധാരാളമുണ്ട്. നല്ല പച്ച മീൻ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഭാഗങ്ങൾ. ബീച്ച് സൈഡിൽ നാം യാത്ര ചെയ്യുകയാണെങ്കിൽ വല കുടഞ്ഞ് മീൻ വിൽക്കുന്ന ധാരാളം മത്സ്യത്തൊഴിലാളികളെ കാണാം. ഇവരിൽ നിന്നും നല്ല ഫ്രഷ് മീനുകൾ വളരെ കുറഞ്ഞ വിലയിൽ നമുക്ക് കിട്ടും. ഫോട്ടോഷൂട്ടിനും മറ്റുമായി ശാന്തമായ ഒരു ബീച്ച് കൂടിയാണിത്. ഇതിനോട് തൊട്ടു ചേർന്ന് ഒരു ക്ഷേത്രവും അതിന് പിറകിൽ ബീച്ചുമുണ്ട്. അതിമനോഹരമായ ഒരു അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ. ഇതിനടുത്തായി തന്നെ കടലാക്രമണം ചെറുക്കുവാനുള്ള ടെട്രാപോഡുകൾ ഉണ്ടാക്കുന്ന ഒരു ബീച്ച് സൈഡിലെ കാഴ്ചയാണ് ഇത്. നിരന്നു കിടക്കുന്ന ടെട്രാപോഡുകൾ ഈ കടലോരങ്ങളിൽ തന്നെ അടുക്കുവാനുള്ളതാണ്. നീലക്കടലിൽ എത്ര നേരം നോക്കിയിരുന്നാലും വെയിലിന്റെ ചൂട് നാം അറിയുന്നേയില്ല. അപ്പോൾ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ അന്ധകാരനഴി ബീച്ചും ചെല്ലാനം ബീച്ചും പുത്തൻതോട് ബീച്ചിന്റെയും കൂടാതെ പച്ച പുതച്ചു നിൽക്കുന്ന കുമ്പളങ്ങിയുടെയും കാഴ്ചകൾ. ഇതേപോലുള്ള ബീച്ചുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.